നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. തമിഴ്നാട്ടിൽ ഇറച്ചിക്കോഴികളുടെ വിൽപ്പന നിർത്തുന്നു, വ്യാപാരികൾ സമരത്തിലേക്ക്. തമിഴ്നാട്ടിൽ ഇറച്ചിക്കോഴികളുടെ വിൽപ്പന നിർത്തുന്നു. ജൂലൈ 31 മുതൽ വിൽപ്പന നിർത്തുമെന്നാണ് തമിഴ്നാട് ചിക്കൻ ട്രേഡേഴ്സ് ഫെഡറേഷൻ അറിയിച്ചത്. ഫെഡറേഷൻ പ്രസിഡന്റ് തീരുമാനം അറിയിച്ചത് കോഴികളെ ഫാമുകളിൽ നിന്ന് വ്യാപാര സ്ഥാപനത്തിലേക്ക് എത്തിക്കുമ്പോൾ പാലിക്കേണ്ട നിബന്ധനകൾ പാലിക്കുന്നില്ലെന്ന് വ്യാപാരികൾ ആരോപിക്കുന്നു. കോഴികളെ വിൽക്കുന്നതിന് 12 മണിക്കൂർ മുമ്പ് തീറ്റ നൽകുന്നത് നിർത്തണമെന്ന ചട്ടം ഉൽപ്പാദകർ പാലിക്കുന്നില്ല. ഇതുമൂലം കടകളിലെത്തുമ്പോൾ കോഴികളുടെ വയറ്റിൽ 100 മുതൽ 200 ഗ്രാം വരെയും ദഹിക്കാത്ത തീറ്റയും വെള്ളവും ഉണ്ടാകും. ഇത് ഉപഭോക്താക്കൾക്കും വ്യാപാരികൾക്കും വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്നു. വിൽപ്പനയ്ക്കായി കോഴിയെ അറക്കുമ്പോൾ ദഹിക്കാത്ത തീറ്റ കാരണം വൃത്തിഹീനമായ സാഹചര്യം ഉണ്ടാകുന്നുവെന്നും ഇത് ശുചിത്വ ഭീഷണി ഉയർത്തുന്നുവെന്നും സംഘടന വ്യക്തമാക്കുന്നു. ഇതിനൊപ്പം പൗൾട്രി മേഖലയ്ക്ക് മേൽ ചുമത്തിയിരിക്കുന്ന ഉയർന്ന ടാക്സുകളും എക്സൈസ് ഡ്യൂട്ടികളും പിൻവലിക്കണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെടുന്നുണ്ട്. കോഴിത്തീറ്റയുടെയും ഇന്ധനത്തിൻ്റെയും വില വർദ്ധിച്ചതും വിപണിയിലെ അസമത്വവും ഇറച്ചിക്കോഴി വ്യാപാര മേഖലയെ വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഇതും വ്യാപാരികൾ സമരത്തിനിറങ്ങുന്നതിനുള്ള കാരണമാണ്. വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും കച്ചവടക്കാരുടെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. തമിഴ്നാടിനൊപ്പം പുതുച്ചേരിയിലും സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്.